ഉറക്ക ഗുളിക കഴിച്ച് വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ബുദ്ധിമുട്ടൊക്കെ അവസാനിപ്പിച്ച് മണ്ഡലത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സഭ കൂടിയപ്പോൾ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരുന്നു. കോൺഗ്രസിന്റെ തന്നെ എതിർപ്പ് മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് സഭയിലെത്തിയത്. അതിനുശേഷം ശബരിമലയിൽ പോയി ദർശനം നടത്തി. അതിന് പിന്നാലെ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 2 മണിക്ക് അടൂരിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. MLA-യുടെ എപ്പോഴും ഉപയോഗിക്കുന്ന വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിൽ MLA-യുടെ ബോർഡ് വെച്ച് അങ്ങനെ പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാടെത്തി. അവിടെ കോൺഗ്രസ് നേതാക്കളുടെ മരണ വീടുകൾ സന്ദർശിച്ചായിരുന്നു പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള സന്ദർശനം. 38 ദിവസം. നമുക്കറിയാം, ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട് പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർലമെന്ററി ഇതിൽ നിന്നും നടപടി നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരുടെയൊക്കെ വീടുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരണവീട്ടിൽ പോയി. അതിനുശേഷം കോൺഗ്രസ് നേതാവ് PJ പൗലോസിന്റെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസിന്റെ മണ്ണാർക്കാട്ടെ വീട്ടിൽ പോയി. അവിടെയൊക്കെ സന്ദർശനം നടത്തി. അവിടെ രാഹുൽ ഒറ്റയ്ക്കല്ല എത്തിയത്. രാഹുലിനൊപ്പം പ്രാദേശിക നേതാക്കളുടെ ഒരു വലിയ സംഘമുണ്ടായിരുന്നു. ഇതുപോലെ വീരവാദം മുഴക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. പിന്നെ ഈ എത്തിയ ഇടങ്ങളിൽ രാഹുലിനെ കണ്ടുമുട്ടിയ നേതാക്കളുണ്ടായിരുന്നു. രാഹുലിനെ ബെന്നി ബെഹനാൻ ചേർത്ത് പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കൈ കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരെയും കണ്ട് സൗഹൃദം പുതുക്കി ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീരപുരുഷനായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സഹയാത്രികരായിട്ടുള്ള പ്രാദേശിക നേതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. എന്തായാലും മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ സഭയിലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ സഭയിലെത്തിയത്. അവിടെയും രാഹുലുമായി ആശയവിനിമയം നടത്തുന്ന നേതാക്കളെ നമ്മൾ കണ്ടതാണ്. നടപടിയെടുത്തുവെങ്കിലും അങ്ങനെ ഒഴിവാക്കുന്നില്ല എന്നത് പ്രഖ്യാപിത നിലപാടാണ്. ആ പിന്തുണ ഇപ്പോഴും രാഹുലിന് എത്തുന്ന ഇടങ്ങളിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. സൈബർ ആക്രമണത്തെ പേടിച്ചാകാം ചിലപ്പോൾ കൈകൊടുക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും എന്ന് നമുക്കറിയില്ല. എന്തായാലും നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. വീരവാദം പറഞ്ഞ് കൂടെ സപ്പോർട്ടുമായി പ്രാദേശിക നേതാക്കളൊക്കെ രാഹുലിനൊപ്പമുണ്ട്. മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെ രാഹുൽ തീരുമാനിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. രാഹുൽ ഏറ്റവും ഒടുവിൽ MLA ഓഫീസിലും എത്തിയിരിക്കുന്നു. നേരത്തെ രാവിലെ മുതൽ തന്നെ രാഹുലിനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരായുമ്പോൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ പാലക്കാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MLA ഓഫീസിലും എത്തിയിരിക്കുന്നു രാഹുൽ എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുമാണ് ആദ്യമുണ്ടായത്. പൊതുപരിപാടികളിലോ MLA ഓഫീസിലോ എത്തിയാൽ അത് അനുവദിക്കില്ല എന്നതായിരുന്നു BJPയുടെ പ്രഖ്യാപിത നിലപാട്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിലെത്തിയപ്പോൾ BJP അതിൽ പ്രതിഷേധിച്ച് റാലി നടത്തി. BJPയുടെ പ്രതികരണം കാണാം. ചൂലും പിടിച്ചുകൊണ്ടാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ അണിനിരന്നത്. BJP ചൂലുമായി BJP പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പാലക്കാട് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയപ്പോഴായിരുന്നു അവരുടെ പ്രതിഷേധം. രാഹുൽ എങ്ങനെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തി എന്ന് നോക്കിയാൽ
CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പാലക്കാട് രാഹുൽ എത്തിയാൽ തടയില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്താൻ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ചെറിയ ഒരു പ്രതിഷേധം അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അത് രാഹുലിനെ ഭയക്കണം അല്ലെങ്കിൽ രാഹുലിനെ കരുതിയിരിക്കണം എന്ന ഒരു ബോധവൽക്കരണ ശ്രമമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസനസമേതം ഡിവൈഎഫ്ഐ അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ പുറത്തുവച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തുള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, ടെലഗ്രാമിൽ 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുലിനെ തടയില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എവിടെയും തടയാനുള്ള നീക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു മുന്നറിയിപ്പാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് വസ്ത്രവ്യാപാരികൾ കടയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ രൂപങ്ങൾ എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസ രൂപേണ രാഹുലിനെ എതിരെയുള്ള ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിൽ തന്നെ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുന്നത്. ജില്ലാ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായമായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കൊണ്ടുവരാൻ മുൻകൈയെടുത്തു. ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ 38 ദിവസം ഈ നിരന്തരമായിട്ടുള്ള പരാതികൾ, അതിന്റെ അന്വേഷണം നടക്കുന്നു. അതിൽ ഒരു തീരുമാനവുമാകുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിലേക്ക് രാഹുലിനെത്താനായി. അവിടെ ഷാഫി പക്ഷം തന്നെ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുന്ന സമയത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ അവിടെ കൺവെൻഷനിൽ എന്തുകൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്തു എന്നതൊക്കെ UDF കൺവെൻഷനിൽ VD സതീശൻ വിശദീകരിച്ച ദിവസമാണ് കഴിഞ്ഞ ദിവസം. അത് പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നും പാർട്ടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണെന്നും പാർട്ടിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് എന്നും VD സതീശൻ വിശദീകരിച്ചതിന്റെ തൊട്ട് പിറ്റേ ദിവസം ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നത് എന്നതുകൂടി അറിയണം. സഭയിലേക്ക് എത്തേണ്ടതില്ല രാഹുൽ എന്ന നിലപാട് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി സ്വീകരിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിയമസഭയിൽ ആദ്യത്തെ ദിവസം എത്തിയത്. അപ്പോൾ രാഹുൽ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. നേതൃത്വത്തിന്റെ കൂടി എതിർപ്പ് മറികടന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഇങ്ങനെ പോകട്ടെ എന്നത് കണ്ടുകൊണ്ടാകും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒന്നും അവിടെ ഉടലെടുക്കുന്നില്ല. ഇപ്പോൾ ഔദ്യോഗിക പരിപാടിയിലേക്ക് വന്നാൽ ഒരുപക്ഷെ നിറം മാറിയേക്കാം. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. രാഹുൽ വെല്ലുവിളിക്കുന്നതും കോൺഗ്രസിനെ തന്നെയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ രാഹുലിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ട എന്ന കരുതൽ കൂടി മറ്റ് പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നു. എന്തായാലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവതരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ തിരിച്ചെത്തുമ്പോൾ അതിനെ എന്തോ വലിയ വീരപരിവേഷം നടത്തി ആഹ്ലാദിക്കുന്ന, ആഘോഷിക്കുന്ന നേതാക്കളോടാണ് നമുക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടോ ഏതെങ്കിലും സമരപരിപാടികളിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടോ ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം മടങ്ങി വരുന്ന ഒരു നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് വരുന്ന നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ലൈംഗിക ആരോപണം നേരിട്ടയാണ് ആളാണ്. അതിനൊക്കെ പുറമെ ആ പുറത്തു വന്ന ശബ്ദം തൻ്റേതല്ല എന്ന് ഇതുവരെ തുറന്നു പറയാത്ത ഒരു നേതാവ് കൂടിയാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ നേതാക്കൾ വീരപരിവേഷം നൽകി ആദരിക്കുന്നത്. എന്തോ മഹത്തായ കാര്യം ചെയ്ത ആൾ എന്ന നിലയിൽ അവതരിപ്പിക്കുകയും സ്വീകരിച്ചാനയിക്കുകയും ചെയ്യുന്നത്. സ്വന്തം ഉത്തരവാദിത്വം ഒന്ന് തള്ളിപ്പറയാൻ പോലും ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ പോലും സാധിക്കാത്ത ഒരാൾക്ക് ഈ രീതിയിൽ ഒരു സ്വീകരണം ഒരുക്കണമോ എന്നത് ആ പാർട്ടി തന്നെ പരിശോധിക്കേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കുന്നവർ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇത് നൽകുന്ന സന്ദേശം നല്ലതല്ല. അത് ആ പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതുമല്ല.